റോയൽ ആർ കെ അസൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് നായർക്കുഴി ആണുള്ളത്. കോഴിക്കോട് ജില്ലയിൽ നായർക്കുഴിയാണുള്ളത്. ഇവിടെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, സലാം കൈ. ഇവരുടെ കയ്യിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അസീലിൻ്റെ ഒരു വെറൈറ്റി കളക്ഷൻസ് ആണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഓക്കെ. ഈ കാണുന്നത് പുള്ളിയുടെ ഒരു ചെറിയൊരു ഫാമാണ്. പിന്നെ പുള്ളിയുടെ വീടാണത്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ പുള്ളിയുടെ നമുക്ക് ചോദിച്ച് അറിയാം. ഓക്കെ. നമസ്കാരം. നമസ്കാരം. ഇത് നായർക്കുഴിയാണല്ലോ അല്ലേ? അതെ, നായർക്കുഴിയാണ്. ഇപ്പൊ ഒരുപാട് അസീലിന്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് കേട്ട് വന്നതാണ്. അപ്പൊ എന്തൊക്കെ വെറൈറ്റി ആണ് ചെയ്യുന്നത്? വെറൈറ്റി പറഞ്ഞാൽ അസീലുണ്ട്, പിന്നെ പാരറ്റ് നോസ്, ഷോർട്ട് നോസ് രണ്ടുമാണ് ഉള്ളത്. ഇതിപ്പോ പിന്നെ കുറച്ച് ഷോർട്ട് നോസ് ആണ് കുറച്ചുള്ളത്. ബാക്കിയുള്ളതൊക്കെ കുറെ സെയിലായി പോയി. ഇപ്പൊ ഒരുപാട് വർഷമായോ ചെയ്യുന്നത്? ഇതിപ്പോ ഞാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 8 വർഷമൊക്കെ ആയിട്ടു. അപ്പൊ നമുക്ക് കുറച്ച് കോഴീന്റെ ചിക്സ് ഒക്കെ ഉണ്ടോ കയ്യില്? ചിക്സ് ഉണ്ട്, കുറച്ചുണ്ട്. കുറെ പോയി, ഇനി കുറച്ചുകൂടി ബാക്കിയുണ്ട്. നമ്മൾ കുറച്ച് ആൾക്കാരെ ഏൽപ്പിച്ച് വെച്ചിട്ടുണ്ട്. അവർക്ക് ഉണ്ടാവും. ഉണ്ട്, നല്ല കുട്ടികളൊക്കെ ഉണ്ട്. തീറ്റ സാധാ നമ്മളെ ഭക്ഷണം തന്നെ കൊടുക്കല്. സ്പെഷ്യലായിട്ട് ഭക്ഷണങ്ങളൊന്നുമില്ല. നമ്മള് കഴിക്കുന്ന ചോറുകൊണ്ട് ബാക്കി കൊടുക്കും, അതൊക്കെ തന്നെ ഉള്ളൂ. അതിന് കാര്യമായിട്ട് പിന്നെ തീറ്റകളൊന്നും സ്പെഷ്യലായിട്ടുള്ള ഭക്ഷണങ്ങളൊന്നുമില്ല. ഇതില് പുതിയ വരുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ, അവരൊക്കെ ഇതെന്ന് നേരത്തെ കൊണ്ടുപോയിട്ട് നാടൻ കോഴിനെ പോയിട്ട് മാതിരി പോയിട്ടാ പോരാ. കുറച്ചുകൂടി വൃത്തിയും കാര്യങ്ങളൊക്കെ വേണം. കുറച്ച് ഇലകളൊക്കെ, കുറച്ച് പുറത്തേക്കുള്ള ഭക്ഷണങ്ങൾ, ഇങ്ങനെ ഇലകളൊക്കെ നല്ലോണം കഴിക്കണം. തുറന്നിടണം. കുറച്ച് അടിച്ചിട്ട് ഒറ്റ പോരാ. കുറച്ച് തുറന്നിട്ടിങ്ങനെ കുറച്ച് ചിക്കി പൊറുക്കിയിട്ടേ കുറച്ച് ചെറിയ വെള്ളേരം കല്ല്, അതേപോലെ തന്നെ ഈ ഇലകള് പുഴുക്കളൊക്കെ കൊത്തി തിന്നുമ്പോൾ കുറച്ചുകൂടി ആരോഗ്യം ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കാൻ ഉദ്ദേശം അതല്ല. ഇപ്പം പുതിയ ആൾക്കാർ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പൊ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ടോ പിന്നെ വളർത്തുന്നതിനെ പറ്റി? അല്ല, ഇതിന് വളർത്താൻ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ച് കൂടുതൽ ഹൈറ്റും പിന്നെ വലിപ്പമുള്ളൊരു കൂട് വേണമെന്നേ ഉള്ളൂ. അല്ലാതെ പിന്നെ അങ്ങനത്തെ കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ പിന്നെ ഞാൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കാര്യങ്ങളൊക്കെ. ഓക്കെ, ശരി. ഓക്കെ. പിന്നെ സെയിൽ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അത് എനിക്ക് അതിന്റെ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ. ഇതാണ് കുട്ടികളുള്ളത് ഇവിടെ ഉള്ളത്. ഇത് 2-2.5 മാസം പ്രായമായിട്ടുള്ളൂ. 2 മാസമായി വരുന്നുള്ളൂ. ഇതൊക്കെ ബീഫൊക്കെ എല്ലാം പാരറ്റ് ബീഫ് ആണല്ലോ? എല്ലാം പാരറ്റ് ആണ്. ഹെവി സൈസ് കുഞ്ഞുങ്ങളാണല്ലോ? നല്ല കുഞ്ഞുങ്ങളാണ്, ഹെവി സൈസ് കുഞ്ഞുങ്ങളാണ്. ഓരോ കുട്ടികളൊന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇത് ഒരു കീരിയാണ്, പൊണ്ടകീരിയാണ്. അതിന്റെ കളറ് എങ്ങനെയാണ് പറയല്? ഇതിപ്പോ 2.5 മാസം പ്രായമാകണേ ഉള്ളൂ. 2.5 ആയില്ല. ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ തന്നെയാണ്. ഇതിൽ കുറെ സെയിലായി പോയതാ. അത് കുറച്ച് ഒന്ന് ചെറുതേനി കൊണ്ടുപോകാൻ ആള് വന്നപ്പോ അതിനോട് നിൽക്കട്ടെ വെച്ച് കുറച്ച് വലുതായിട്ട് കൊടുക്കാന്ന് വെച്ചിട്ടേനി. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഇത് കാണുന്ന വീഡിയോസ് ഒക്കെ കണ്ടിട്ട് പലരും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ താല്പര്യമുണ്ടോ? കൊടുക്കും, ആർക്കും കൊടുക്കും. അപ്പൊ ഡിസ്ക്രിപ്ഷന്റെ അകത്ത് ഞാൻ സലാഖേന്റെ നമ്പറൊക്കെ ഞാൻ എഴുതിയാ. അപ്പൊ ആവശ്യമുള്ള ആൾക്കാര് ഇതിലോട്ട് വിളിച്ചാൽ മതി. ഇനി ഇതല്ലാതെ വേറെ ചിക്സിനെ കാണിക്കാൻ പറ്റുമോ? ചിക്സ് ഉള്ളത് ഇത് നൂലാൻ കീരിയാണ്. ഇതിന്റെ കളറ് അങ്ങനെ നൂലാൻ കീരി. ഇത് അതിന്റെ ഒരു വെറൈറ്റി ആണ്. ഇത് എന്ത് പ്രായം വരുന്നുണ്ട്? ഇതിന് 1 മാസം പോലും ആയി. 1 മാസം ആവണേ ഉള്ളൂ. ഇതൊക്കെ സെയിലുള്ള തന്നെയാണ്.
ചെറിയൊരു മഴ കിട്ടിയില്ലേ? അന്ന് ചെറിയ മഴ കണ്ടില്ല, അതുകൊണ്ട് പിന്നെ തുറന്നിട്ടില്ല. ഇപ്പൊ അടിച്ചിട്ട് കൂട്ടിയിട്ടതാണ്, തുറന്നിട്ടില്ല മഴ ആയതുകൊണ്ട്. ഒരു മഴയും വെയിലൊക്കെ കൊണ്ടാണ് നടക്കില്ല, ഞാൻ അടിച്ചിട്ടില്ല. രാവിലെ തുറന്നിട്ടാ വൈകുന്നേരം കൂട്ട് കയറ്റുള്ളൂ. തുറന്നുള്ളതാണ്, അങ്ങനെ തുറന്നിട്ട് പോട്ടിൽ തന്നെയാണ്. കൂട്ടിലടിച്ചിട്ട് ഇതാക്കണ പരിപാടി ഇല്ല എനിക്ക്. ഇത് എത്ര പ്രായമുള്ളതാണ്? ഇത് 5 മാസം. ഇത് പാരറ്റ് ബീഫ് ആണല്ലേ? പാരറ്റ് ബീഫ് ആണ്. ഇത് ഫീമെയിൽ ആണല്ലേ? ഇത് ഫീമെയിൽ ആണ്. ഇവിടെ തന്നെ വിരിച്ചിട്ടുള്ളതാണ്. ഇത് ഇവിടെ ഉണ്ടായ കുട്ടിയാണ്. ഇത് ആ മെയിലൊന്ന് കാണിക്കുക. ഇത് കീരി കളറാണ്. ഇത് കീരി തന്നെയാണ്. ഇത് നൂലാങ്കീരി. ഇതൊക്കെ എന്ത് പ്രായം വരുന്നുണ്ട്? ഇത് 7 മാസം പ്രായമുള്ളൂ. 6 കഴിഞ്ഞിട്ടുള്ളൂ ആയി തുടങ്ങാണ്. ഇതൊക്കെ ഹെവി സൈസ് മെയിലാണ്. ഇതിനൊക്കെ എന്ത് ഫുഡാ കൊടുക്കുന്നത്? ഇതിന് സാധാ ഭക്ഷണം തന്നെയാണ് കഴിക്കുന്നത്. ഇതങ്ങനത്തെ സ്പെഷ്യൽ ഫുഡൊന്നും ഇതുവരെ കൊടുത്തില്ല. ഇത് മെയിലാണ്. ഇതിന് 2 വയസ്സുള്ള മെയിലാണിത്. ഇതിപ്പോ ഇന്ന് ഇന്നലെയൊക്കെ മഴ പെയ്തില്ലേ, ആ മഴത്ത് തുറന്നിട്ടില്ല. അങ്ങനെ ചളിയൊക്കെ ആയി മഴ കൊണ്ട് അങ്ങനെ ഇതെല്ലാവരും അയച്ചു വിടലാണ്. ആരും കൂട്ടിലടിച്ചിടല്ല, അവരവരൊക്കെ അയച്ചു വിടലാണ്. അതൊന്ന് ഇന്നൊക്കെ മഴ കൊണ്ടിന് അന്നപ്പോ ഇതിന്റെ കുഞ്ഞുങ്ങളാണോ? അതിന്റെ കുഞ്ഞുങ്ങളാണ് അവിടെ ഉള്ളത്. കുറെ വിറ്റെന്ന് പറഞ്ഞില്ലേ? കുറെ വിറ്റെന്ന് പറഞ്ഞു. ഇത് എന്താ കളറ്? ഇത് കൊണ്ടക്കീരി. ഇതൊക്കെ സെയിലുള്ളതല്ലേ? ഇത് സെയിലുള്ള ഫീമെയിലാണ്. ഇതിന് 1.5 വയസ്സുണ്ട് ഇതിന്. ഈ ഫീമെയിലിന് ഇപ്പൊ മുട്ടിട്ട് കഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞുള്ളൂ. ഇത് ഒരു പ്രാവശ്യം കുഞ്ഞുങ്ങൾ അറിഞ്ഞിട്ടുള്ളൂ. ഇതിന്റെ കുട്ടികളാണ് അവിടെ ഉള്ളത്. കണ്ടത് നല്ല ഹെഡും ബീഗും ഒക്കെ ഉള്ള നല്ല കുട്ടികളാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ഇന്നിവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറെ വിശേഷങ്ങളായിട്ട് നമുക്ക് വരാം. നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? അല്ല, ഇപ്പോൾ ഈ വീഡിയോ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഇനി എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, അതേമാതിരി തന്നെ ഇത് ഷെയറും ചെയ്യുക, എല്ലാവരും എത്തിക്കുക. അപ്പോൾ ഇങ്ങനെ അസീലിനെ പോറ്റാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് കളക്ഷൻ ഉണ്ട്, ഇവിടെ ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട്, അതിൻ്റെ ആൾക്കാർക്ക് കൊടുക്കുകയും ചെയ്യും. ഓക്കെ, അപ്പം ഞാൻ സലാങ്കയുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് ഇടുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ പിന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ബൈ.